നാം വെറും ഒരു ശ്വാസം മാത്രമാണ്. ജെറമ്യാ 2:22. യെശയ്യാ പ്രവാചകൻ പറയാണ്, യെശയ്യാ 2:22, യെശയ്യാ 41:14. നാം വെറും പ്രാണിയാണ്, അതായത് പുഴുവാണ്, കൃമിയാണ്. വിശുദ്ധ പത്രോസ് പറയുന്നു, ഒരു പൂ ഉദിച്ചു വരുന്ന പോലെയാണെന്ന്, അത് കരിഞ്ഞു പോകുന്നു. പത്രോസ് 1:23-25 പറഞ്ഞത്. സങ്കീർത്തനം 103:15-16 പറയുന്നത് നമ്മൾ ആരാണെന്ന് അത് കേൾക്കുക. അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. നാം ഭൂമിയിലൊന്ന് നോക്കുക, ഒന്നുമല്ല. അത് വായിച്ചേക്കുക. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. ഈ അവസ്ഥയിലുള്ളവരാണ് ദൈവം ഇത്ര സ്നേഹിക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ 49:15-16 പെറ്റമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണുള്ളത്? അമ്മയ്ക്ക് അപ്പനും. ആ അമ്മയ്ക്ക് മരിച്ചുപോയ അമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാരോ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണാനായിട്ട് അമ്മമാരോട് സ്നേഹമായിരിക്കില്ലേ? അമ്മമാരില്ലാത്തവരൊന്ന് കൈവെക്കാമോ? ഇപ്പൊ അമ്മമാരില്ലാത്തവർ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ അവരെ കാണണമെന്ന് നിങ്ങൾക്ക് എന്ത് സ്നേഹം തോന്നിപ്പോ വന്നാൽ ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കും. അതിലെത്രയോ അഗാധമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമുക്ക് തരുന്നത്. സ്നേഹം വന്ന് ആധിക്യം വരുമ്പോഴാണ് നിങ്ങൾ യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം, പൂർണ്ണ വിശ്വാസത്തോട്ട് വരുന്നത്. പൂർണ്ണ വിശ്വാസം വരും. അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെല്ലാം വിവേകികളിൽ നിന്ന്, വിജ്ഞാനികളിൽ നിന്ന് മറച്ചു വെച്ച് കുഞ്ഞുങ്ങളെ പോലുള്ളവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. മത്തായി 11:25-27 പറഞ്ഞു. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവരുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അപ്പോൾ ഈശോ വെളിപ്പെടുത്തി തരാതെ ഒന്നും ആർക്കും അറിയാൻ സാധിക്കില്ല. അവയെല്ലാം ഈശോയുടെ ആത്മാവ് വെളിപ്പെടുത്തി തരണം. ആ ആത്മാവ് നമ്മിൽ വന്ന് വാസമുറപ്പിക്കണം. അവ പരിശുദ്ധാരി മാത്രമല്ല, ജ്ഞാനവും തരും ദൈവം. അതുകൊണ്ടാണ് നമ്മ ദാനിയേൽ 12:12 വീണ്ടും പറയുന്നത്, 1335 ദിവസം നിങ്ങൾ എല്ലാവരും വിശുദ്ധി പാലിക്കണം, വചനം പാലിക്കണം. വചനത്തിൽ വേണം തീവ്രാഭിനിവേശം. ജ്ഞാനം 6-11 വചനത്തില്. അതുകൊണ്ടാണ് ഈശോ ആ മത്തായി 18 1-5 വനത്തില് ഈശോ ഒരു കുഞ്ഞിനെ വിളിച്ചു, ഒരു കുഞ്ഞിങ്ങോട്ട് വരാം, ഇവിടെ വന്ന് വിളിച്ചു, നീ വചനം വായിച്ചോ. ഈശോ എന്താ ചെയ്തതെന്ന് അവിടെ നിന്നു. ഇത് തന്നെയായിരുന്നു അന്നത്തെ സമയത്തും. 2000 വർഷത്തിന് മുമ്പ് കർത്താവ് അവരെ പറഞ്ഞു കൊടുക്കാനായിട്ട്. കാരണം ഇങ്ങനെ മിഴിച്ചും കൊണ്ടിരിക്കുകയാണ്, സ്വർഗ്ഗത്തിൽ എങ്ങനെ കയറും. അപ്പൊ ഈശോ കുഞ്ഞിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തി, ഇനി കേൾക്കുക. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അവ ഇതുപോലെ കുഞ്ഞുങ്ങളെ പോലെ മാനസാന്തരപ്പെട്ട് വരാൻ, ഇതുപോലെ വരാൻ പറ്റുമോ? സാധിക്കുമോ? സാധിക്കുന്നുള്ളവരൊന്ന് കൈപോയി. ഉടുപ്പ് മാറ്റാനല്ല കേട്ടോ, ഹൃദയം പ്രൈസലോ, അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. കണ്ടോ? അല്ലാത്തവർക്ക് ആർക്കും കൊടുക്കില്ല. ഇവിടുത്തെ കളക്ടറിനും കൊടുക്കുകയില്ല, ഹൈക്കോടതി ജഡ്ജിക്കും കൊടുക്കുകയില്ല. കണ്ടോ? ഈ കുഞ്ഞുങ്ങളെ പോലെ വരുന്നവർക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളും സാക്കലതും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർക്കാണ് വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപയും ദൈവം കൊടുക്കുന്നത്. അവർക്കാണ് വിശുദ്ധത അറിയുന്നത്. അല്ലെങ്കിൽ സെന്റ് സെബാസ്റ്റ്യന് നിങ്ങൾ അറിയല്ല. കണ്ടോ? സെന്റ് സെബാസ്റ്റ്യൻ ആരാണ്? സെന്റ് അഗസ്റ്റിൻ ആരാണ്? സെന്റ് ഫ്രാൻസിസ് അസീസി ആരാണ്? ഫ്രാൻസിസ് സേവർ ആരാണ്? കണ്ടോ? ഫ്രാൻസിസ് സേവറൊക്കെ ഇവിടെ കൂടിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം.
ക്രിസ്ത്യാനികളായിട്ട്, അല്ലെങ്കിൽ കുടുംബിയൊക്കെ വെച്ച് ഇരുന്ന ഈ നാട് മുഴുവൻ ക്രിസ്ത്യാനികളായി വേറെ വിധത്തിലായിരുന്ന ജീവൻ മൃഗജീവിതമായിരുന്നാണ്. അപ്പൊ ദൈവം അവിടുന്ന് കരുണ തന്നു നമുക്ക്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണയിലാണ് ഞാനും നിങ്ങളും എല്ലാം രക്ഷപ്പെടാൻ നിൽക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിനെ പോലെ ആകണം. കണ്ടോ? അപ്പൊ ഇത് ഓർക്കുമോ? അപ്പൊ വേഗം വരും. അപ്പോഴാണ് വചനമെല്ലാം ഹൃദയത്തെ സംക്രമിക്കാനും അടുക്കാനും കർത്താവിനോട് കൂടുതൽ അടുക്കാനും നമ്മൾ ഓരോരുത്തരെടുക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കൊക്കെ ശക്തി കൊടുക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഭയപ്പെടും. മറ്റുള്ളവരെല്ലാം നിയമവർത്തനം 28:10 കർത്താവിന്റെ നാമം വഹിക്കുന്ന കാണുമ്പോൾ സകലരും ഭയപ്പെടും. സകല മന്ത്രവാദികളും നിങ്ങളെ പേടിക്കും കാണുമ്പോൾ തന്നെ. അതാണ് നിയമവർത്തനം 11:22-25 വരണം. അപ്പൊ കൃപ വരുന്ന നമുക്ക് ഈ പ്രാർത്ഥന ഉപവസിക്കുമ്പോൾ സക്രിയ പ്രവാചകൻ 8 സക്രിയ 8 18-23 വനം വായിച്ചിട്ട് എപ്പോഴൊക്കെയാണ് നല്ല ഉപവാസം വേണ്ടതെന്ന് ഈശോയിലോട്ട് വന്നാൽ. എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാ ഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കും. യേശയ്യ പ്രവാചകൻ പറയുന്ന 37-30-35 വനം. ആദ്യത്തെ വർഷം കിട്ടുന്നത് ഭക്ഷിക്കാൻ. ഭക്ഷണം എന്താണ്? വചനം. മത്തായി 4:4, ലൂക്ക 4:4. വചനമാണ് ഭക്ഷണം. ആദ്യത്തെ വർഷം കിട്ടുന്നത്, 2ാമത്തെ വർഷം കിട്ടുന്നത്, 3ാമത്തെ വർഷം നിങ്ങൾ വിതക്കാൻ, 4ാമത്തെ വർഷം കൊയ്യാൻ. ഇതാണ് ഈശോ പറയുന്നത് ലൂക്ക 13:6-9 വനത്തില്. ഒരത്തിവൃക്ഷം വെച്ചു, 3 വർഷം വളമിട്ടിട്ട് വന്ന് നോക്കിയാണ് വല്ലതും ഉണ്ടോ? ഒന്നും കാണുന്നില്ല. കണ്ടോ? 3 വർഷം വചനം കേട്ടിട്ടും അങ്ങനെ തന്നെ ഇരിപ്പാണ്. കാര്യം എന്താണ്? പാപത്തിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല, വചനം സ്വീകരിച്ചിട്ടില്ല. ഉണ്ടോ? ഇരിക്കുമ്പോൾ എടുത്ത് ചാടാമോ? നിങ്ങളോട് പറയുന്നതാണ്. യേശയ്യ പ്രവാചകൻ തന്നെ 30-15-18 വനത്തില് നിങ്ങൾ സ്വസ്ഥയും ആശ്രയമായിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കുമോ? എല്ലാവരും ചാടും പ്രാർത്ഥനക്കാരായിട്ട്. ആരാണ് ആദ്യം കൊണ്ടുപോകുന്നത്? പിശാച് 1:10-5-8 അലറുന്ന സിംഹമാണ്. അവൻ ആരെയും വിഴുന്നു. അതുകൊണ്ടാണ് പെടക്കോഴി തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തുന്ന പോലെ ഇരുത്തുന്നതെല്ലാം ലൂക്ക 13:34 വാക്യത്തിൽ പറയുന്നത്. സ്വസ്ഥതയും ആശ്രയമായിരിക്കും ബലം. എടുത്ത് ചാടരുത്. കാരണം ആത്മാവിന്റെ കൃപ വരണം. കൃപയില്ലെങ്കിലോ കുറച്ചു കഴിയുമ്പോൾ എല്ലാം വീണുപോകും. അതാണ് ഒരു 5 കൊല്ലത്തിന് മുമ്പുള്ള ആരെങ്കിലും ഇപ്പൊ കാണുന്നുണ്ടാവും. വചന പ്രഘോഷകരെയോ ഉണ്ട്, എല്ലാം പോണമുണ്ടോ? ഇത് വീണുപോകുന്ന കാര്യം ഇത് പറഞ്ഞുതരാൻ ആരുമില്ല. കൃപ എന്താണ്? എല്ലാവർക്കും ഈ രോഗശാന്തി കിട്ടിയാൽ വയറുവേദന പോകണം, കണ്ണിന്റെ ഇത് പോകണം, അത് പോകണം, ഇല്ലേ? ഈശ്വരന് മാത്രം വേണ്ട. കർത്താവിന് ആവശ്യം മാനസാന്തരമാണ്. അതാണ് മത്തായി 12:50 പറയുന്നത്. എന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്ന അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും സഹോദരന്മാരും. ലൂക്ക 8:21 പറയുന്നത്. വചനമാണ്. വചനം പാലിക്കുമ്പോഴാണ്. അതുകൊണ്ട് വചനത്തിലാണ് താല്പര്യം, വചനത്തിലാണ് ശ്രദ്ധ. വചനമാണ് ദൈവം, വചനമാണ് ഈശോ. അപ്പൊ 3 കൊല്ലം 4 കൊല്ലം കർത്താവിന്റെ കൃപയുടെ കീഴിൽ വരും. പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ ഉപവാസവും പ്രാർത്ഥനയിൽ കൂടി വരുമ്പോൾ ആത്മാവിന്റെ കൂടെ കൃപ ദൈവം തരാം. ദൈവത്തിന്റെ ദാനമാണ്, നാം ആരും നേടിയെടുക്കുന്നതല്ല. എഫേസ്യർ 2:8-9. ഇതുകൊണ്ടാണ് തിത്തോസ് പറയുന്നത്. തിത്തോസിൽ കൂടി 3 ഒന്ന് വായിച്ചെന്നെ 3-7 നിങ്ങളെല്ലാം ഒരു സമയത്ത് മൂഢന്മാരായിരുന്നോ? നമ്മളെല്ലാം ആയിരുന്നോ? ഇല്ലയോ? ആയിരുന്നു. അനുസരണമുള്ളവരായിരുന്നോ? അപ്പനെ അനുസരിച്ചിട്ടുണ്ടോ? അമ്മയെ അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭർത്താവിനനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. ആരനുസരിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ നമ്മൾ പോകുന്നത്. കർത്താവിന്റെ കൃപ വന്നപ്പോഴാണ്
ഇങ്ങനെ പതുക്കെ ഇറങ്ങിയതില്ല. കർത്താവ് വിളിച്ച് വാ മോനെ വാ. ആ സമയത്താണ് അത് ദൈവം സ്വർഗം തുറന്നു തരണം, അല്ല വരില്ല. യോഹന്നാൻ 3:27. ഒരാളപ്പോൾ ഇവിടെ വിളിച്ചാൽ വരുമോ? വരികയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മത്തായി 7 പട്ടിക്കും പന്നിക്കും വചനം കൊടുക്കാൻ പാടില്ല. ഈ പറയുന്ന വചനങ്ങൾ ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നോണ്ട് തരുന്നു, അല്ല അവിടെ പോയി കച്ചവടക്കാരനെ വിളിച്ചിട്ട് കൊടുക്കുമോ? കൊടുത്താലെന്ത് വരും? അതാണ് പലരും അസ്വസ്ഥരായി തെക്കോട്ടും വടക്കോട്ടൊക്കെ കിടന്ന് ഓടണം. വേണ്ടാത്തടത്ത് പോകുന്നു, കൊടുക്കല്ല, ഒറ്റക്ക് പോകല്. ഇപ്പം ഞങ്ങളിവിടെ വന്ന് എത്ര പേരുണ്ട്? 2 പേരല്ലാതെ വരുമോ? മിനിമം 2 ഒറ്റക്ക് കിടക്കുന്ന ആരെങ്കിലും, ഞാൻ ഒറ്റക്ക് വന്നാൽ നിങ്ങൾ എന്നെ കയറ്റാൻ പാടില്ല, കയറ്റുമോ? ഇല്ലെന്ന് പറഞ്ഞു. ആ, ഇതാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് ഒറ്റക്ക് ഒരാളും പോകാൻ പാടില്ല. ഈശോ അയച്ച എല്ലാം ഈ 2 പേരെയാണ്. ലൂക്ക 10:1-12 ഉള്ളതാണ്. ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പോകുന്ന വഴിക്ക് കൈ കാണിച്ചുകൂടാ. ലൂക്ക 10:4. കാണുന്നിടത്തൊക്കെ കയറി തിന്നരുത്. എല്ലാ വീട്ടിലും തരും നല്ല സാധനങ്ങളൊക്കെ.